തെക്കേലെ മനൂട്ടന് അവൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കോളേജിൽ സ്ഥിര ജോലിയായെന്ന്. കണ്ട് പഠിക്ക്. അങ്ങനെയാ പഠിക്കുന്ന പിള്ളേർ. അല്ലാതെ നിന്നെപ്പോലെ തട്ടിയും മുട്ടിയും 10ാം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലടയിരിക്കുകയല്ല. അച്ഛൻ ഗംഗാധരൻ പറയുമ്പോൾ അമ്മ പുഷ്പയും അത് ശരിവെച്ചു. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നായി പറയുന്നേ? നന്ദന എന്ന നന്ദു ചുണ്ടു ചുളുക്കിക്കൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വന്ന് നിന്നു. നീ ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ അങ്ങ് ചെയ്താൽ മതി. അമ്മ അവളെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിന് ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അമ്മ പറഞ്ഞത് അത്ര ഇഷ്ടമാവാത്തതുപോലെ പെണ്ണ് മറുപടി പറയുമ്പോൾ അച്ഛനും അമ്മയും മുഖത്തോട് നോക്കി ചിരിച്ചു. അതുതന്നെയാണ് ഞങ്ങളും പറഞ്ഞത്. നീ ഇപ്പോൾ ഒരു പണിയും ചെയ്യുന്നില്ല. 24 മണിക്കൂറും TV കണ്ട് ഇത്തിരിയില്ലാത്ത പിള്ളേരുടെ ഒപ്പം വട്ട് കളിച്ചിങ്ങനെ നടക്കുന്നു. +2 തോറ്റ് ഇനി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന നിന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം. അപ്പുറത്തെ ആ മനൂട്ടനെ കണ്ട് പഠിക്ക്. കൊച്ചിലെ അവൻ്റെ അച്ഛൻ മരിച്ചതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ പ്രാരാബ്ദം മുഴുവനും അവൻ്റെ തോളിലാണ്. ആ കൊച്ചൻ ചെയ്യാത്ത പണിയില്ല. എന്നിട്ടിപ്പോൾ കണ്ടില്ലേ, അവൻ പഠിച്ച കോളേജിൽ തന്നെ മാഷായി ജോലിയും കിട്ടി. എത്ര കാലമായി അവൻ വാടക വീടുകളിൽ താമസിക്കുന്നു. അവൻ്റെ അമ്മയ്ക്ക് സ്വന്തമായി ഒരു കയറിക്കിടക്കാടം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച അവൻ ഈ കണ്ട ജോലിയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചാണ് ആ കോളേജിലെ ജോലി നേടിയെടുത്തത്. അല്ലെങ്കിലോ അച്ഛനും അമ്മയ്ക്കും മനുവേട്ടൻ്റെ കാര്യം പറയുമ്പോൾ നാവ് കൂടുതലാണ്. ഈ പഠിപ്പ് ചിലരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു പോയ സാധനമാണ്. പക്ഷേ എൻ്റെ രക്തത്തിൽ അത് ചേരാത്തത് എൻ്റെ കുറ്റം കൊണ്ടാണോ? എനിക്ക് പഠിത്തം വരുന്നില്ലെന്ന് ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞു. വല്ല ബ്യൂട്ടീഷ്യനോ തയ്യലോ പഠിക്കാൻ പോകാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമില്ല താനും. അപ്പോൾ പിന്നെ ഞാനെന്ത് ചെയ്യും? അയ്യോ, നീ ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെയൊക്കെ അങ്ങ് ചെയ്താൽ മതി. വീണ്ടും അമ്മയുടെ വക പരിഹാസമായപ്പോൾ പെണ്ണ് ചാടിത്തുള്ളി അകത്തേക്ക് കയറിപ്പോയി. രാവിലത്തെ അംഗം കഴിഞ്ഞ് അച്ഛൻ ജോലിക്ക് പോയതിൻ്റെ പിന്നാലെ തന്നെ അമ്മ അടുക്കളപ്പണിയിൽ മുഴുകി. നന്ദു നേരെ മനുവിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ എന്തായാലും ഇപ്പോൾ തുളസിയമ്മ മാത്രമേ കാണൂ. തുളസിയമ്മയെ വേലിക്കൽ നിന്നേ നീട്ടി വിളിച്ചു പെണ്ണ്. ആഹാ, എത്തിയോ തുളസിയമ്മയുടെ വായാടി? രാവിലത്തെ എൻ്റെ പടിയിങ്ങെടുത്തേ. അടുത്തുള്ള മേശയുടെ മേലേക്ക് കയറിയിരുന്നു കൊണ്ട് താളം പിടിക്കാൻ തുടങ്ങി. ആഹാ, നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നന്ദു, മേശയുടെ പുറത്തിരിക്കാതെ ഡൈനിങ് ടേബിളിൽ ഇരിക്കണമെന്ന്. എന്തോ തുളസിയമ്മേ, ഇവിടെ ഇരിക്കുന്ന ആ സുഖം ഡൈനിങ് ടേബിളിലിരുന്നാൽ കിട്ടില്ല. തുളസിയമ്മ കൊടുത്ത അട പൊട്ടിച്ച് ആസ്വദിച്ച് വായിലേക്ക് വയ്ക്കുമ്പോൾ ചൂട് പറക്കുന്ന ഒരു ഗ്ലാസ് കട്ടൻ ചായയും അവളുടെ മുന്നിലേക്ക് നീട്ടിയവർ. ഇന്ന് രാവിലെ എന്തായിരുന്നു? അവിടുന്ന് വലിയ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ പുഷ്പയുടെ. അതിനി കൂടുതൽ എന്ത് പറയാനാ തുളസിയമ്മേ? വിഷയം പതിവ് പോലെ നമ്മുടെ മനുകൃഷ്ണൻ തന്നെ. മനു അങ്ങനെ ചെയ്യുന്നു, മനു ഇങ്ങനെ ചെയ്യുന്നു, നീ മനുവിനെ കണ്ടു പഠിക്ക് എന്നും പറഞ്ഞ് രണ്ടും കൂടി രാവിലെ തുടങ്ങി എൻ്റെ തല തിന്നാൻ. എനിക്ക് പണ്ടേ പഠിക്കുന്ന കാര്യത്തിൽ പിന്നിലോട്ടാണെന്ന് ഇവർക്ക് നന്നായി അറിഞ്ഞൂടെ? പിന്നെയും എന്തിനാ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? മോൾ ഇവിടെ ഇരുന്ന് ഇതൊക്കെ കഴിക്ക്. ഞാൻ ആ മെഷീനിലിട്ടിരിക്കുന്ന തുണിയൊക്കെ എടുത്ത് അയയിലിട്ടേച്ചും വരാം. ഓക്കെ തുളസിയമ്മേ, പൊയ്ക്കോ. കഴിച്ചു കഴിഞ്ഞ് പെണ്ണ് കയ്യും തുടച്ച് അടഞ്ഞു കിടക്കുന്ന റൂമിലേക്ക് ഓടിക്കയറി. മേശമേലിരിക്കുന്ന അടുക്കി വെച്ച പുസ്തകങ്ങളിലൂടെ അവളുടെ കൈകൾ തഴുകി മാറി. തൊട്ടടുത്തായിരിക്കുന്ന മനുവിൻ്റെ ഫോട്ടോ കയ്യിലെടുത്തു. എടോ, തനിക്കിത് എന്തെങ്കിലും അറിയണോ? ഇയാൾ കാരണമാണ് എനിക്ക് എന്നും അമ്മയുടെ കയ്യിൽ നിന്ന് അടിയും നുള്ളും ഒക്കെ കിട്ടുന്നത്. ഇയാളൊരു വലിയ പഠിത്തക്കാരൻ വന്നല്ലോ, സൽസ്വഭാവി. നാട്ടിൽ പിന്നെ മറ്റാരുമില്ല. ഇയാൾ കാരണം പാവപ്പെട്ട ഈ നന്ദുവിനാണ് കഷ്ടപ്പാട്. പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് വിരലുകൊണ്ട് പതിയെ തലോടി. ദിവസവും എന്നെ വഴക്കു കൊള്ളിക്കുമെങ്കിലും തല്ല് വാങ്ങി തരുമെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇയാളെ. ആ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് ഒരിക്കൽ കൂടി അതിലേക്ക് നോക്കിക്കൊണ്ട് തിരികെ അതുപോലെ മേശമേൽ വെച്ചു. പിന്നെ ആ ബെഡിൽ കൂടി കയറി കിടന്നു. അവൻ്റെ തലയിണയിൽ മുഖമുയർത്തി ആ ഗന്ധം ആഞ്ഞു ശ്വസിച്ചു. പതിവ് പോലെ ചാടി എഴുന്നേറ്റ് കതകും ചാരി പുറത്തേക്ക് ഓടി. തുളസിയമ്മേ, ഞാൻ പോകുവാണേ. പിന്നാമ്പുറത്തേക്ക് നോക്കി നീട്ടി വിളിച്ചുകൊണ്ട് അവൾ വേലി കടന്ന് വീട്ടിലേക്ക് പോയി. വർഷക്കണക്കായി അയൽപ്പക്കമാണ് പുഷ്പയും തുളസിയും. മനുവിന് 4ഓ 5ഓ വയസ്സുള്ളപ്പോൾ പുഷ്പ നന്ദുവിനെ പ്രസവിച്ചു. 2 വീടുകളും സ്വന്തം പോലെയാണ് കഴിഞ്ഞത്. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ മനുവിൻ്റെ അച്ഛൻ മരിച്ചതോടുകൂടി ആ കുടുംബം ആകെ തകർന്നു പോയി. ഉള്ളതൊക്കെ വിറ്റ് പറക്കുകയാണ് ചികിത്സ നടത്തിയത്. ഒരു പരിധിവരെ ഗംഗാധരൻ്റെ കയ്യിലുള്ളതും കൊടുത്ത് സഹായിച്ചു. പോരാത്തതൊക്കെ മനു ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി. അതിനിടയിൽ പെട്ടെന്ന് അറ്റാക്കിൻ്റെ രൂപത്തിൽ അച്ഛൻ മരിച്ചു.
അതോടുകൂടി ആ കുടുംബത്തിൻ്റെ ഭാരം മുഴുവനും മനുവിൻ്റെ തലയിലായി. എന്ത് ജോലി ചെയ്യുന്നതിനും അവന് മടിയില്ലായിരുന്നു. കോളേജിലെ പഠിത്തവും മറ്റും കഴിഞ്ഞ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ കാറ്ററിങ്ങും വയ്പ് പണിക്കും അങ്ങനെ എന്തിനെന്നില്ലാതെ അവൻ കഷ്ടപ്പെട്ടു. പഠിച്ച കോളേജിൽ തന്നെ ഇപ്പോൾ മാഷായി ജോലിയും കിട്ടിയിട്ടുണ്ട്. ടെമ്പററിയായി പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ തന്നെ സ്ഥിരമായി. 4-5 മാസങ്ങൾക്ക് മുമ്പ് സ്വരുക്കൂട്ടിയതൊക്കെ കൊണ്ട് വാടക വീടിനടുത്തായി കുറച്ച് സ്ഥലം വാങ്ങി വീട് പണി തുടങ്ങി. ലോണും മറ്റുമൊക്കെ എടുത്ത് പുരപണിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ പാലുകാച്ചി നടത്തി. ആ നാട്ടിലെ എല്ലാവർക്കും ഒരു പറച്ചിലുണ്ട്, മക്കളായാൽ മനുവിനെ പോലെ ആകണമെന്ന്. നാട്ടുകാർക്കൊക്കെ സമ്മതനാണ് മനു. 6 അടി പൊക്കവും അത്യാവശ്യവും ജിമ്മ് ബോഡിയും ഒക്കെയാണ്. അതൊക്കെ അവൻ പറമ്പിൽ കിളച്ചും പണിയെടുത്തും ഉണ്ടാക്കിയതാണ്. അല്ലാതെ ഒരു ജിമ്മിലും പോയി ഉരുട്ടിക്കയറ്റിയതല്ല. വെളുത്ത നിറവും കൂട്ടുപുരികവും ചെറിയ കുറ്റിത്താടിയുമാണ്. നന്ദു ചേച്ചി വരുന്നുണ്ടോ? നമുക്ക് പഞ്ചായത്ത് പറമ്പിൽ മാങ്ങ പൊട്ടിക്കാൻ പോകാം. അടുത്തുള്ള 1-2 വീടുകളിലെ നന്ദുവിൻ്റെ കൂട്ടുകാരായ കുട്ടിപ്പട്ടാളക്കാർ കുറച്ച് സമയമായി വന്നവളെ വിളിക്കുന്നു. എന്നാൽ പുഷ്പ ചൂരലുമായി വരാന്തയിൽ നിൽക്കുന്നത് കൊണ്ട് പെണ്ണിനോടി ഇറങ്ങി പോകാൻ വയ്യ. നിങ്ങൾ പൊയ്ക്കോ, അവൾ വരുന്നില്ല. അവൾക്കിവിടെ കുറച്ചധികം പണിയുണ്ട്. പുഷ്പ പിള്ളേരെ വിരട്ട് വിടുന്നതിനായി പറഞ്ഞു. എന്നാൽ ശരി ചേച്ചി, ഞങ്ങൾ പോകുന്നു. പിള്ളേർ കോറസ് പോലെ പാടിക്കൊണ്ടുപോയി. ഈ അമ്മയ്ക്ക് എന്ത് കുഴപ്പമാ? അവരെല്ലാം ഓടിച്ചു വിട്ടപ്പോൾ സമാധാനമായോ? പെണ്ണ് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മുറിയിൽ കയറി വാതിലടച്ചു. ഇതൊക്കെ സ്ഥിരമായ കാഴ്ചയായതുകൊണ്ട് തന്നെ പുഷ്പ അതിലൊന്നും വകവയ്ക്കാതെ തൻ്റെ ജോലികളിലേക്ക് തിരിഞ്ഞു. ബെഡിലേക്ക് വീണുടനെ തന്നെ പെണ്ണ് തലയിണയുടെ കവറിനുള്ളിൽ ഭദ്രമായി ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു ഫോട്ടോ പുറത്തേക്കെടുത്തു. എന്നെ ഇങ്ങനെ തല്ലുകൊള്ളിക്കുന്നതിന് എല്ലാം കൂടി ചേർത്ത് ഞാൻ നല്ലൊരു പണി തരുന്നുണ്ട്, നോക്കിക്കോ. വെറുതെ പറഞ്ഞതാണ് കേട്ടോ മനുവേട്ടാ. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ എൻ്റെ മനുവേട്ടനെ. എന്നെ ഇഷ്ടമാണോ? ആ ഫോട്ടോ നോക്കി കഴിഞ്ഞ 2 വർഷമായി അവൾ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണിത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മനുവാണ് നന്ദുവിന് ട്യൂഷൻ പഠിപ്പിച്ചിരുന്നത്. അന്നെപ്പോഴോ മനസ്സിൽ കയറി കൂടിയതാണ് അവനോടുള്ള ഇഷ്ടം. പിന്നീടായി ഇഷ്ടം വളർന്നുകൊണ്ടേയിരുന്നു. അറിയേണ്ടവൻ മാത്രം ഇതൊന്നും അറിഞ്ഞില്ല. പതിവ് പോലത്തെ കാര്യം പറച്ചിൽ കഴിഞ്ഞപ്പോൾ അവൾ ആ ഫോട്ടോ തിരിച്ചെടുത്ത് തലയിണയിൽ തന്നെ വെച്ചുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. അടുക്കളയിൽ അമ്മ പാചകത്തിലാണെന്ന് കണ്ടതും പിന്നാമ്പുറം വഴി ഒറ്റ ഓട്ടമായിരുന്നു പഞ്ചായത്ത് പറമ്പിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടി കാര്യമായി മാവിൽ കല്ലെറിയുകയാണ്. അവരുടെ ഒപ്പം അവളും കൂടി. ബഹുവിശേഷം. കടിച്ചതും പറിച്ചതും എറിഞ്ഞതും ഒക്കെയായി കുറച്ചധികം മാങ്ങ പൊട്ടിച്ച് പാവാടയുടെ തുമ്പ് മടക്കി അതിനുള്ളിലിട്ടുകൊണ്ട് ഒരെണ്ണം കഴിച്ച് ഇടവഴികളിലൂടെ നടക്കുമ്പോഴാണ് പിന്നിൽ ആ കുടുകുടു ശബ്ദം കേൾക്കുന്നത്. ആ ബുള്ളറ്റിൻ്റെ ഉടമസ്ഥനെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് എവിടെ കയറി മറഞ്ഞു നിൽക്കുമെന്ന് ആലോചിച്ചു. അപ്പോഴേക്കും ആ ബുള്ളറ്റ് അവളുടെ മുന്നിൽ വന്ന് നിന്നു. ആഹാ, ഇന്നും പുഷ്പേച്ചിയെ പറ്റിച്ച് നീ പിള്ളേർ സെറ്റിൻ്റെ കൂടെ ഇറങ്ങിയല്ലേ? ആവശ്യത്തിൽ കൂടുതൽ ഗൗരവം മുഖത്ത് വരുത്തിക്കൊണ്ട് മനു ചോദിക്കുമ്പോൾ പെണ്ണ് മറ്റങ്ങോ നോട്ടമുറപ്പിച്ച് നിന്നു. അങ്ങുമിങ്ങും നോക്കാതെ എൻ്റെ മുഖത്തേക്ക് നോക്കടി, ഞാനല്ലേ നിന്നോട് സംസാരിക്കുന്നത്. അവന് ദേഷ്യം വന്നു. വണ്ടിയിലോട്ട് കയറിക്കേ, ഞാൻ വീട്ടിലാക്കാം. ഇപ്പോൾ തന്നെ നേരെ ഇരുട്ടി. ഓ വേണ്ട, ഇയാൾ പോകാൻ നോക്ക്, ഞാൻ തനിയെ വന്നോളാം. പെണ്ണ് ചെറിക്കൂട്ടിക്കൊണ്ട് അവനോട് പറയുമ്പോൾ അവൻ ബൈക്കിലിരുന്ന് ദേഷ്യത്തിൽ അവളുടെ ചെവി പിടിച്ച് തിരുമ്മി. അയ്യോ മനുവേട്ട, വിട് വിട്, എനിക്ക് ചെവി വേദനിക്കുന്നു, ഞാൻ വരാം. അങ്ങനെ പറഞ്ഞാൽ മര്യാദയ്ക്ക് കേൾക്ക്. മനു അവളുടെ ചെവിയിൽ നിന്നുള്ള പിടുത്തം വിട്ടപ്പോൾ വലത് കൈകൊണ്ട് ചെവി ഒഴിഞ്ഞ് അവൾ ബുള്ളറ്റിൻ്റെ പുറകിൽ കയറിയിരുന്നു. നിനക്ക് ആ പോയ വിഷയങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുത്താൽ എന്താ നന്ദു? ഇനി സമയമുണ്ട് ഡിഗ്രിക്ക് ചേരാൻ. പഠിത്തം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു. വീട്ടിൽ നിൽക്കുന്ന എനിക്ക് ടച്ച് വിട്ടുപോയി മനുവേട്ട. ഇനി എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ല, പെണ്ണലസമായി പറഞ്ഞു. ഇങ്ങനെ ഒരു മടിച്ചി ഗംഗാധരേട്ടനെ കാണട്ടെ, ഞാൻ പറയുന്നുണ്ട്. അവളെ വീട്ടിലിറക്കിക്കൊണ്ട് മനു അവരുടെ വീട്ടിലേക്ക് കയറി. ദിവസങ്ങൾ ഓടി മറിഞ്ഞുകൊണ്ടിരുന്നു. നന്ദുവും അവളുടെ കുട്ടിപ്പട്ടാളങ്ങളും അവരുടെ വഴക്കും അടിച്ചുപൊളിച്ചു നടപ്പും ഒക്കെ ഇതിനിടയിൽ കൂടി നടന്നു. മനുവിനോടുള്ള ഇഷ്ടം ഓരോ ദിവസവും കൂടിക്കൂടി വന്നു. ദിവസവും തുളസിയമ്മയുടെ അടുത്ത് പോയി പതിവ് കോട്ട വാങ്ങി മനുവിൻ്റെ റൂമിൽ കയറി അവൻ്റെ ഫോട്ടോയോട് പരാതി പറഞ്ഞും അവളുടെ ദിവസങ്ങൾ ഒന്നിനൊന്ന് മികവുറ്റതായി. നാളെയാണ് അമ്പലത്തിലെ ഉത്സവം. കൊടിയേറുന്നത് മനുവേട്ടൻ്റെ പിറന്നാളും. വൈകുന്നേരം തന്നെ തയ്പ്പിക്കാൻ കൊടുത്തിരുന്ന പട്ടുപാവാട തയ്ച്ചു വാങ്ങി. നാളെ അതുമിട്ട് വേണം അമ്പലത്തിൽ കൊടിയേറ്റം കാണാൻ പോകാൻ. പിന്നെ നാളത്തെ മറ്റൊരു വിശേഷം മനുവേട്ടൻ്റെ പിറന്നാളാണ്. എല്ലാ പിറന്നാളിനും
അമ്പലത്തിൽ പോയി മനുവേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുകയും വഴിപാട് ചെയ്യുകയും ഒക്കെ അവൾ ചെയ്യുന്നുണ്ട്, ആരും അറിയാതെ. രാവിലെ അമ്പലത്തിൽ പോയി വഴിപാട് കഴിപ്പിച്ച പ്രസാദവും കൊണ്ട് നേരെ തുളസിയമ്മയുടെ അടുത്തേക്ക് പടി പറ്റുന്നതിന് വേണ്ടി ചെന്നു. എല്ലാ വർഷവും മനുവിൻ്റെ പിറന്നാളിൻ്റെ ദിവസം എല്ലാവർക്കുമുള്ള സദ്യ തുളസിയാണ് ഉണ്ടാക്കുന്നത്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിനായി അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം പുതിയ പട്ടുപാവാടയും ഇട്ട് സുന്ദരിയായി നന്ദു തുളസിയമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് മുറ്റത്ത് കുറച്ചധികം ചെരുപ്പുകൾ കിടക്കുന്നത്. ആരാ അമ്മേ തുളസിയമ്മയുടെ വീട്ടിൽ ഇത്രയും അതിഥികൾ? അമ്മയോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ മനുവിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അവരുടെ മുന്നിൽ നിന്നും നീ വാ അടച്ച് മര്യാദയ്ക്ക് നിൽക്കണം. പുഷ്പ ഒരു കണ്ണുരുട്ടലോടുകൂടി പറഞ്ഞപ്പോൾ നന്ദുവിന് അതൊട്ടും ഇഷ്ടമായില്ല. എങ്കിലും അമ്മ പറഞ്ഞത് മനസ്സിൽ വെച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറുമ്പോൾ സംഭവം ശരിയാണ്. ആഹാ, മോൾ വന്നോ? തുളസിയമ്മ അവളെ സ്നേഹത്തോടെ അടുത്തേക്ക് ചേർത്തിരുത്തി. മനു അവളെ നോക്കി ഒന്ന് ചിരിച്ചു. മനുവിൻ്റെ അടുത്തായിട്ടാണ് എപ്പോഴും നന്ദുവിനുള്ള ഇല വയ്ക്കുന്നത്. പക്ഷേ ഇന്ന് അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന 1-2 സ്റ്റാഫ് ഉണ്ടായിരുന്നു. എന്നാൽ മനുവിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് സ്മിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും. അതുകൊണ്ട് തന്നെ നന്ദു കുറച്ചിപ്പുറത്ത് മാറിയിരുന്നു. സദ്യ കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നന്ദു അവിടെ നിന്നും ഇറങ്ങി. തുളസിയമ്മ കുറച്ച് സമയം കൂടി അവളോട് അവിടെ നിൽക്കാൻ നിർബന്ധിച്ചു. പക്ഷേ പെണ്ണ് അവിടെ നിന്നില്ല. അവർ പറയുന്നത് കേൾക്കാതെ വീട്ടിലേക്ക് പോയി. മനുവിനോടടുത്ത് ഇടപഴകുന്ന ആ സ്റ്റാഫിനെയൊക്കെ കണ്ടപ്പോൾ അവൾക്ക് എന്തോ ഒരു വിഷമം തോന്നി. എപ്പോഴും തന്നെ വഴക്ക് പറയാനും കളിയാക്കാനും മാത്രമേ മനുവേട്ടൻ സംസാരിക്കൂ. അവരോടൊക്കെ എന്ത് കാര്യമായിട്ടാണ് ചിരിച്ച് സംസാരിക്കുന്നത്? അതും കൂടി ആയപ്പോൾ പെണ്ണിൻ്റെ സങ്കടം ഇരട്ടിച്ചു. അടുത്ത ദിവസം എന്തുകൊണ്ടോ അവൾക്ക് ആകെ ഒരു മൂടിക്കെട്ടൽ. അതുകൊണ്ട് തന്നെ അപ്പുറത്തേക്ക് പോയതേയില്ല. അതിൻ്റെ അടുത്ത ദിവസവും തുളസിയമ്മ നിർബന്ധിച്ച് അവളെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ പെണ്ണ് അതുവരെയുള്ള പിണക്കം ഒക്കെ മാറി ചാടിത്തുള്ളി അവിടേക്ക് ചെന്നു. എന്നാൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ആരൊക്കെയോ കുറച്ച് ആൾക്കാർ അതിഥികളുണ്ട്. അവരുടെ മുന്നിൽ ചായയും പലഹാരവും ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. പതിവില്ലാതെ മനുവേട്ടനും ഉണ്ട് അവിടെ. അവരെയൊക്കെ കണ്ട് ചിരിച്ചെന്ന് വരുത്തി തുളസിയമ്മയുടെ അടുത്ത് ചെന്ന് നിന്നു. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നു. എല്ലാം പറഞ്ഞതുപോലെ ആലോചിച്ചിട്ട് എന്താണ് തീരുമാനം എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. വന്നതിൽ മുതിർന്ന ഒരാൾ തുളസിയമ്മയോടും മനുവേട്ടനോടും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇതെന്താ തുളസിയമ്മേ, എന്താ സംഭവം? അത് പിന്നെ അന്ന് മനുവിൻ്റെ പിറന്നാളിന് വന്നില്ലേ സ്മിത എന്ന് പറയുന്ന ഒരു കുട്ടി? അവളുടെ വീട്ടുകാരാണ്. ആ കുട്ടിയെ ഇവന് വിവാഹം ആലോചിച്ചു വന്നതാണ്. രണ്ടുപേരും ഒരുമിച്ച് ഒരു കോളേജിൽ ജോലി ചെയ്യുന്നതല്ലേ. അപ്പോൾ പിന്നെ എന്തായാലും ആലോചിച്ചു നോക്കാമെന്ന് കരുതി. മനു അപ്പോഴേക്കും പുറത്തേക്ക് പോയി. മനുവേട്ടന് ഇഷ്ടമാണോ ഈ വിവാഹം? പെട്ടെന്ന് അവൾ തുളസിയോട് ചോദിച്ചു. അവൻ എന്തിനാ ഇഷ്ടക്കുറവ്? രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുന്നതല്ലേ, ഒരേ കോളേജിൽ. അപ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടക്കുറവിൻ്റെ ആവശ്യമില്ലല്ലോ. ആ, അതാണ് ഞാനും വിചാരിച്ചത്. രണ്ടുപേരും ഒരേ കോളേജിലാകുമ്പോൾ പോക്കും വരവും ഒക്കെ ഒരുമിച്ചാകാം. അതാണ് എന്തുകൊണ്ട് നല്ലത്. അവരെ യാത്രയാക്കുന്നതിന് വേണ്ടി മനു മുറ്റം വരെ പോയിരുന്ന സമയത്തായിരുന്നു തുളസിയമ്മ ഇതൊക്കെ പറഞ്ഞത്. കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദുവിന് ശ്വാസം വിലങ്ങുന്നത് പോലെ തോന്നി. നെഞ്ചിനുള്ളിൽ എന്തോ ഒരു ഭാരമെടുത്ത് വെച്ചിരിക്കുന്നു. തുളസിയമ്മ പലഹാരത്തിൻ്റെ പാത്രങ്ങളൊക്കെ എടുത്ത് അകത്തേക്ക് നടക്കുന്നതിനിടയിലാണ് ഈ സംഭാഷണമൊക്കെ. അപ്പോൾ മനുവേട്ടൻ സമ്മതിച്ചോ തുളസിയമ്മയെ? ചോദിക്കുമ്പോൾ ഒച്ചയിടറാതിരിക്കാൻ പാവം വല്ലാതെ പാടുപെട്ടു. അവൻ അങ്ങനെ സമ്മതക്കുറവൊന്നുമില്ല മോളെ. ഇതാ ഈ പലഹാരമൊക്കെ കഴിക്ക്. അവർ പാത്രത്തിൽ പലഹാരവുമായി പുറത്തേക്ക് വരുമ്പോൾ നന്ദു അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അതിഥികളോട് യാത്ര പറഞ്ഞ് മനു തിരികെ വീട്ടിലേക്ക് കയറുമ്പോൾ കണ്ടു താൻ എന്ന ഒരാളെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ കടന്നു പോകുന്നവളെ. ഇവളെന്താ അമ്മയെ നനഞ്ഞ കോഴിയെപ്പോലെ പോകുന്നത്? ആ, എനിക്കറിയില്ല പറഞ്ഞുകൊണ്ട് തുളസി അകത്തേക്ക് പോയി. അന്നത്തെ ദിവസം മുഴുവനും മുറിയിൽ പോയി അവളുടെ സങ്കടം മുഴുവനും കരഞ്ഞു തീർത്തു. പലതവണ പുഷ്പ കഴിക്കാനും കുടിക്കാനും ഒക്കെ വിളിക്കുമ്പോൾ തലവേദനയാണെന്ന് കള്ളം പറഞ്ഞു. അന്നത്തെ ദിവസം പിന്നെ തുളസിയമ്മയുടെ വീട്ടിലേക്ക് പോയതേയില്ല. ഇതിനിടയിൽ അവർക്കുള്ള പലഹാരങ്ങളൊക്കെ തുളസിയമ്മ കൃത്യമായി വീട്ടിലെത്തിച്ചു. അടുത്ത ദിവസവും അവളെ കാണാത്തത് കൊണ്ട് തുളസിയമ്മ വേലിക്കൽ വന്ന് കാര്യം തിരക്കുമ്പോഴാണ് ഇന്നലെ മുതൽ പിടിച്ച തലവേദനയെക്കുറിച്ച് പുഷ്പ പറയുന്നത്. ഇത്രയും നേരം റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടി വന്നപ്പോൾ ഞാൻ നിർബന്ധിച്ച് അവരുടെ ഒപ്പം പറഞ്ഞു വിട്ടു. അല്ലെങ്കിൽ കലവില നടക്കുന്നവൾ 2 ദിവസമായി വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്കും ഒരു സങ്കടം. എന്നിട്ട് അവൾക്ക് ഇപ്പോൾ തലവേദന കുറവുണ്ടോ പുഷ്പേ? ഗംഗാധരേട്ടൻ ഗുളികയൊക്കെ വാങ്ങിക്കൊടുത്തു. ഇപ്പോൾ കുറവുണ്ട്. മനു പറയുകയും ചെയ്തു. 1-2 ദിവസമായി അവളെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഒപ്പം കാണുന്നില്ലെന്ന്. അല്ലെങ്കിൽ 24 മണിക്കൂറും അവരുടെ കൂടെയല്ലേ. ഇന്നും പിള്ളേർ വന്നപ്പോൾ പോകുന്നില്ലെന്ന് പറഞ്ഞിരുന്നതാണ്.
ഞാനാണ് നിർബന്ധിച്ച് പറഞ്ഞു വിട്ടത്. എന്തോ സങ്കടം മനസ്സിൽ കയറിയിട്ടുണ്ട്. പിള്ളേരോടൊപ്പം കളിക്കാനെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതെങ്കിലും അവൾക്കതിനൊന്നും ഒരു മനസ്സ് വന്നില്ല. അതുകൊണ്ട് തന്നെ പുഴക്കരയിലെ കുളപ്പടവിൽ ചെന്നിരുന്നു. പുഴയിലെ വെള്ളത്തിൽ കാലിട്ടിരുന്നു കൊണ്ട് കുഞ്ഞു കുഞ്ഞു ഉരുളൻ കല്ലുകൾ പുഴയിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. അതിനിടയിൽ മൂക്കുപിഴിയലും കണ്ണു തുടയ്ക്കലും കൃത്യമായി നടക്കുന്നു. അല്ലെങ്കിലും ഞാനെന്തിനാ ഇതൊക്കെ ആഗ്രഹിക്കാൻ? എനിക്ക് മാത്രമല്ലേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. അവരൊരുമിച്ച് ജോലി ചെയ്യുന്നവർ, അവർക്ക് ചിലപ്പോൾ അതായിരിക്കും ഇഷ്ടം. +2 തോറ്റ എന്നെ അല്ലെങ്കിൽ തന്നെ മനുവേട്ടൻ ഇഷ്ടമാകുമോ? അല്ലെങ്കിലും ഞാനാണ് പൊട്ടത്തി. ഉള്ളിലെ ഇഷ്ടം ഒരിക്കൽ പോലും തുറന്നു പറഞ്ഞിട്ടില്ല. വേണ്ട, ആരും വേണ്ട, ഒന്നും വേണ്ട. പിള്ളേർ സെറ്റിൻ്റെ ഒപ്പം അവൾ കളിക്കാൻ പോയി എന്ന് കേട്ടുകൊണ്ടാണ് മനു ബുള്ളറ്റും എടുത്ത് വീട്ടിൽ നിന്നിറങ്ങിയത്. നീ ഇതെവിടേക്കാടാ? ഞാൻ ആ ലൈബ്രറി വരെ പോകുന്നമ്മേ. പിന്നെ ഗിരീശൻ എന്നെ കാണണം, അവൻ എന്നെ കാത്തിരിക്കുന്നു. കുളപ്പടവിലിരുന്ന് തൻ്റെ സങ്കടം മുഴുവൻ പറഞ്ഞു തീർത്തുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ ആരിലോ തട്ടി പിന്നിലേക്ക് വീഴാൻ പോകുമ്പോൾ ബലമുള്ള കൈകൾ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മനുവേട്ടൻ, എന്താ ഇവിടെ? പെണ്ണിൻ്റെ കണ്ണ് രണ്ട് ഇപ്പോൾ തള്ളി പുറത്തേക്ക് വീഴുമെന്ന് തോന്നി. നീ എന്താ ഇവിടെ? ഞാൻ വെറുതെ. കള്ളം ചെയ്ത കുട്ടികളെപ്പോലെ അവൾ നിലത്തേക്ക് നോക്കി നിന്നു. നിനക്ക് തലവേദന കുറവുണ്ടോ? മനു ചോദിച്ചിട്ടും അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. നിനക്കെന്താടി, ചെവി കേട്ടൂടെ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. നിനക്ക് തലവേദന കുറവുണ്ടോ? വാ, ഞാൻ വീട്ടിൽ വിടാം. വേണ്ട, ഞാനിങ്ങോട്ട് നടന്നു തന്നെയാണ് വന്നത്. അങ്ങോട്ട് അതുപോലെ തന്നെ പോകാൻ എനിക്കറിയാം. എന്തോ ആ ഒരുവനോട് വല്ലാത്ത ദേഷ്യം തോന്നുന്നു. അവനോട് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നടക്കാൻ തുടങ്ങിയവളുടെ കൈപിടിച്ച് ബലമായി നിർത്തി. എന്താ നിന്റെ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? പെണ്ണിപ്പോൾ കരയുമെന്ന മട്ടായി. ഒരു പ്രശ്നവുമില്ലേ? ഇല്ല. നാളെ ഞാനും സ്മിതയും കൂടി ഒരിടം വരെ പോകുന്നു. നീ കൂടി വരുമോ? പെട്ടെന്ന് മനു ചോദിച്ചു. ഞാനെന്തിനാ വരുന്നത്? നിങ്ങൾ രണ്ടുപേരും കൂടി പോകുന്നിടത്ത്? അത് കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. ഞങ്ങൾ രണ്ടുപേരും തനിച്ചു പോയി കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിചാരിച്ചാലോ? ഞങ്ങളുടെ ആദ്യത്തെ ഡേറ്റിംഗ് ആണ്. നീ അവളുടെ ഫ്രണ്ടെന്ന് പറഞ്ഞ് കൂടെ വന്നാൽ മതി. ദേഷ്യവും സങ്കടവും കൊണ്ട് പെണ്ണവളുടെ പല്ലിപ്പോൾ കടിച്ചു പൊട്ടിക്കുമെന്ന അവസ്ഥയായി. മൂക്കിൻ തുമ്പ് വരെ ചുമന്നു തുടങ്ങി. എങ്കിലും അവൻ്റെ മുന്നിൽ കരയാതെ അവൾ പിടിച്ചു നിന്നു. നീ വരുമോ? വരാം. നാളെ നീ വീട്ടിൽ വന്നാൽ മതി. ഉച്ചയ്ക്ക് അവൾ വരും. നമുക്ക് ഒരുമിച്ചിറങ്ങാം. ഒന്നും മിണ്ടാതെ അവൻ്റെ മുന്നിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഓടി ഒളിച്ചാൽ മതിയെന്ന് തോന്നി നന്ദുവിന്. അന്ന് രാത്രി മുഴുവൻ അവൾ കരഞ്ഞ് തലയിണയിൽ മുഖം അമർത്തി. അടുത്ത ദിവസം അമ്മയും അച്ഛനും തുളസിയമ്മയും കൂടി അടുത്തൊരു റിലേറ്റീവിൻ്റെ വിവാഹത്തിന് പോയി. അവർ എത്ര നിർബന്ധിച്ചിട്ടും നന്ദു കൂടെ പോയില്ല. തലവേദനയാണെന്ന് കള്ളം പറഞ്ഞു. രാത്രി 11 മണിയായപ്പോൾ നന്ദു തുളസിയമ്മയുടെ വീട്ടിലേക്ക് പോയി. വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ഹാളിൽ മനു ഇരിപ്പുണ്ട്. ആ ചേച്ചി എപ്പോൾ വരും? ഇതുവരെ കണ്ടില്ലല്ലോ. ഹാളിലിരിക്കുന്ന മനുവിനെ നോക്കിക്കൊണ്ട് നന്ദു ചോദിച്ചു. താനിരിക്ക്, അവളിപ്പോൾ വരും. എന്നാൽ ഞാൻ പിന്നെ വരാം പറഞ്ഞുകൊണ്ട് എണീറ്റുകളെ അവൻ ബലമായി പിടിച്ചിരുത്തി. എന്താ നിന്റെ കണ്ണിപ്പോൾ നിറഞ്ഞ്? ഓ, ഒന്നുമില്ല. അതല്ല, എന്തോ റീസണുണ്ട്. ഒന്നുമില്ല, ഞാൻ പോണു പറഞ്ഞുകൊണ്ടവൾ എഴുന്നേൽക്കുമ്പോൾ അവൻ വലിച്ചു മടിയിലേക്കിരുത്തി. അവൾ ഞെട്ടിപ്പോയി. എൻ്റെ മുഖത്ത് നോക്കി പറയേ, ഒന്നുമില്ലെന്ന്. അപ്പോൾ അവൾ മുഖമുയർത്തി അവനെ നോക്കി. അങ്ങനെ എന്തെങ്കിലും സ്മിത വന്നാൽ ഞാൻ പിന്നാലെ പോകുമെന്ന് കരുതിയോ നീ? കഴിഞ്ഞ 2 വർഷമായി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവളുടെ ഉള്ളറിയാതെ പോകാൻ മാത്രം ഹൃദയമില്ലാത്തവനാണോ ഞാൻ? അവനവളുടെ കൈ പിടിച്ച് റൂമിലേക്ക് പോയി. അവിടെ അവൻ്റെ മേശമേലിരുന്ന ചെറിയൊരു ഫ്ലവർ വേസും അതിനുള്ളിൽ ഒളിപ്പിച്ച ക്യാമറയും പുറത്തേക്കെടുത്തു. കുറച്ചുനാൾ മുന്നേയാണ്. ഒരു ദിവസം ഞാനിവിടെ ഇല്ലെന്ന് കരുതി നീ എൻ്റെ റൂമിൽ കയറി ചെയ്തതൊക്കെ ഞാനൊരു മിന്നായം പോലെ കണ്ടു. പക്ഷേ എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ഞാനിത് ചെയ്തത്. പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്ക് ക്യാമറ കാണിച്ചു തന്നു എന്നെ എത്രമാത്രം നീ സ്നേഹിക്കുന്നുണ്ടെന്ന്. അങ്ങനെയുള്ളവളുടെ സ്നേഹം കളഞ്ഞ് വല്ലവരുടെയും പിന്നാലെ പോകാൻ ഞാൻ എന്താടി? എന്നോ ഞാൻ അറിഞ്ഞതാണ് നിൻ്റെ മനസ്സ്. പക്ഷേ നീ അതെന്നോട് പറയട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്തു. എന്നിട്ടും ഇല്ലാതായപ്പോഴാണ് നീയായിട്ട് തന്നെ എനിക്കൊരു സംശയത്തിനിട നൽകിയത്. ഇപ്പോൾ എനിക്ക് വ്യക്തമായി അറിയാം എന്നെ നീ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. നിന്നെ വിട്ട് കളഞ്ഞിട്ടുള്ള ഒരു സന്തോഷവും എനിക്ക് വേണ്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അമ്മയും കൂടി നമ്മുടെ ജാതകങ്ങൾ തമ്മിൽ ജ്യോത്സ്യനെ കാണിക്കാൻ കൊണ്ടുപോയതാണ്. മിക്കവാറും അവരിന്ന് വിവാഹത്തിൻ്റെ ഡേറ്റ് കൂടി നോക്കിക്കൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാമോ? അറിയാം. എന്തെന്ന്? ഈ മരം കയറിക്ക് മനുകൃഷ്ണനെ പ്രാണനാണെന്ന്. ഈ ജന്മത്തിൽ മാത്രമല്ല
ഇനിയുള്ള 7 ജന്മങ്ങളിലും നിന്നെ മാത്രം മതി എനിക്കെന്ന്. ശുഭം.